നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് റാന്നി പെരുമ്പുഴ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൂടെയാണ്. റാന്നിയിലെ പ്രധാന പട്ടണമാണ് റാന്നി പെരുമ്പുഴ എന്ന് പറഞ്ഞത്. അത് പഴയൊരു പട്ടണമാണ്. അപ്പോൾ നമ്മൾ പെരുമ്പുഴ ബസ് സ്റ്റാൻഡ് വഴി നേരെ മുന്നോട്ട് പോവുകയാണ്. നേരെ മുന്നോട്ട് പോയാൽ റാന്നി MSHS അല്ലെങ്കിൽ റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുന്നിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് കഴിഞ്ഞ് റാന്നി പോലീസ് സ്റ്റേഷൻ, അത് കഴിഞ്ഞാൽ പിന്നെ റാന്നി തോട്ടവൻകാവ് അമ്പലത്തിൻ്റെ ജംഗ്ഷൻ. അങ്ങനെ നമ്മളിപ്പോൾ റാന്നി തോട്ടോൺകാവ് ദേവീക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. അതിൻ്റെ സമീപത്തു കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. വളരെ പ്രശസ്തമായ പുരാതനമായ ഒരു അമ്പലമാണ് റാന്നി തോട്ടോൺകാവ് ദേവീക്ഷേത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ജംഗ്ഷൻ എന്ന് വെച്ചാൽ കോടതിപ്പടിയാണ്. അപ്പോൾ മിനി സിവിൽ സ്റ്റേഷൻ ഇരിക്കുന്ന ജംഗ്ഷൻ, റാന്നി മിനി സിവിൽ സ്റ്റേഷൻ ഇരിക്കുന്ന ജംഗ്ഷനാണ് അടുത്തത്. നമ്മൾ അങ്ങോട്ടാണ് ഇനി പോകുന്നത്. നേരെ നോക്കിക്കേ, അതെന്തുവാ? ഇപ്പോൾ നമ്മൾ നമ്മുടെ മുന്നിൽ ഉള്ളതെന്ന് വെച്ചാൽ റാന്നി സെൻറ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയമാണ്. അതിൻ്റെ സമീപത്തു കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ അതിനോട് ചേർന്ന് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് റാന്നി കോടതിപ്പടി ജംഗ്ഷൻ. ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലോട്ട് അല്ലെങ്കിൽ വലത്തോട്ടാണ് റാന്നി കോടതിയും മിനി സിവിൽ സ്റ്റേഷനൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവസാനം ബ്ലോക്ക് കോടി എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്.